എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. ആബാപിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാത പ്രാർത്ഥന. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, പ്രഭാതത്തിൽ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല. അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ പ്രണമിക്കും. കർത്താവെ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല. അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. ദൈവമേ, അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ. തങ്ങളുടെ കൗശങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ. അവർ അങ്ങയെ ധിക്കരിച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതമാലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവെ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. ദൈവജനമേ, സങ്കീർത്തനം 5-ാം അധ്യായം ദാവീദ് രാജാവിൻ്റെ അചഞ്ചലമായ ദൈവാശ്രയ ബോധത്തെയും ദൈവം എല്ലാം നടത്തിക്കൊള്ളും, എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്ന ദൈവം, എൻ്റെ ജീവൻ്റെ ഉടയവനായ ദൈവത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു എന്ന് ആവർത്തിച്ച് ഉദ്ഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ പ്രവൃത്തിയുടെ, താൻ ചെയ്ത തിന്മയുടെ പരിണത ഫലം അനുഭവിക്കാൻ എന്തുകൊണ്ടും താൻ യോഗ്യനാണ് എന്ന എളിമയോടുകൂടിയ തിരിച്ചറിവും ഈ ഭാഗത്ത് നാം വായിക്കുന്നു. ദൈവഭക്തനായ ദാവീദിന് തൻ്റെ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ഊറിയായുടെ ഭാര്യയെ ആഗ്രഹിച്ചതുകൊണ്ട് ഒന്നിനു പകരം ഒന്ന് മറ്റൊന്നിലേക്ക് നയിച്ച പല മാരക പാപങ്ങളുടെയും അടിമയായി മാറി. നമ്മളുടെ മക്കളെ പിതാവായ ദൈവം അനുശാസിക്കുന്ന രീതിയിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന ശിക്ഷണത്തിൽ വളർത്താതെ വരുമ്പോൾ ആ മക്കൾ തന്നെ നമ്മൾക്കെതിരായി തിരിയും എന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്ന ഉദാഹരണമാണ്. ദാവീദിൻ്റെ മകൻ അബ്ശലോമിൻ്റെ നീചത്വവും ക്രൂരതയും നമ്മെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. എന്നിരുന്നാലും സ്വന്തം തെറ്റ് അംഗീകരിച്ച് പരിഹാരം ചെയ്ത് ദൈവ തിരുമുമ്പിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ദാവീദ് എടുത്ത തീരുമാനം പുതിയ നിയമത്തിലെ ധൂർത്തപുത്രൻ്റെ മാനസാന്തരത്തിൻ്റെ നല്ല തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന അനീതിയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ സത്യത്തെ ചുട്ടുചാമ്പലാക്കുന്ന പൈശാചിക സംവിധാനങ്ങളുടെ നടുവിൽ കൂടി
കരുണയായിരിക്കണമേ പിതാവേ എന്ന് കരഞ്ഞ് ഉള്ളം തേങ്ങി നിലവിളിച്ചാലേ മതിയാകൂ. നമ്മുടെ രക്ഷയ്ക്കും ദൈവം നമ്മെ ഏൽപ്പിച്ചവരുടെ നിത്യരക്ഷയ്ക്കും അത് ഉപകാരമാകും. തിരിച്ചറിഞ്ഞ് മാപ്പപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ഉറപ്പുള്ള ദൈവ വഴിയിൽ ചരിക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾക്ക് കൈക്കൊള്ളാം. നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാം. ഇതാണ് ആ അവസാന സമയം. കാലത്തിൻ്റെ അടയാളങ്ങൾ നാം കാണുന്നില്ലേ? സമയം സമാഗതമായി. ഇതാണ് ആ സമയം. ഇപ്പോഴാണ് രക്ഷയുടെ സമയം. തിരിച്ചറിയാം സഹോദര സഹോദരി, തിരുത്താം, വിശുദ്ധിയിൽ ജീവിക്കാം. വിശുദ്ധരായി കർത്താവിനെ എതിരേൽക്കാൻ നമുക്കെല്ലാം ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.